ഇപ്പം നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പോലെയുള്ള ആൾക്കാർക്ക് പലിശയ്ക്ക് എടുക്കാതെയും ലോൺ എടുക്കാതെയും സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സിസ്റ്റമാണ് വേണ്ടത്, അല്ലേ? ഇവിടെ നമുക്ക് എന്തിനൊക്കെയാണ് നമുക്കിവിടെ ഇത് പോകുന്നത്? ഒന്ന്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും, എത്ര കുടുംബങ്ങൾ ലോണിൽ നിന്ന് രക്ഷപ്പെടും, ശരിയല്ലേ? തൊഴിലിടങ്ങൾക്ക് വേണ്ടി നമുക്ക് ലോൺ എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ തൊഴിലിടങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ സജ്ജീകരിച്ച് അവർക്ക് തൊഴിലിടം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് അത് കൂടുതൽ ലാഭകരമാണ്, അല്ലേ? ഈ പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് ഈ ലോൺ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മുടെ നിശ്ചിത വാടക കൊടുക്കാനും സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട്. ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ബേസിക് നീഡ്. ഈ ബേസിക് നീഡ് കംപ്ലീറ്റ് ചെയ്യുന്നിടത്തല്ല വികസനം സംഭവിക്കുക. ഇവിടുത്തെ എഡ്യൂക്കേഷന് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നു. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത്രയും കാശ് കൊടുത്ത് പഠിച്ചിട്ട് ഈ എഡ്യൂക്കേഷൻ പഠിച്ച് ഇത്രയും കാശിനുള്ള വർത്ത് നമുക്ക് ഇവിടെ സാലറി കിട്ടുന്നില്ല. അങ്ങനെയുള്ള തൊഴിലിടങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ലോൺ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അവർക്ക് ആ തൊഴിലിടം ഡെവലപ്പ് ചെയ്യാം, ശരിയല്ലേ? പൈസ കൊടുത്തിട്ട് പിന്നെ ജോലിക്ക് പൈസ കൊടുത്ത് ജോലി കയറേണ്ട ആവശ്യകത കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു കമ്പനി, അതായത് നമ്മുടെ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം, ഒരു ഹയർ എഡ്യൂക്കേഷന് പോയി കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തെ ട്രെയിനിങ് മിനിമം അറ്റൻഡ് ചെയ്യണം, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു 3 മാസത്തെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു? എഡ്യൂക്കേഷൻ അത്രയ്ക്കും അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് റിസർച്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം നമ്മുടെ ഗവൺമെന്റ് തന്നെ പിള്ളേർക്ക് കൊടുക്കണം. അതിനെ അവരെ സജ്ജീകരിക്കണം എന്ന് പറയുന്നൊരു സംഭവമാണ്. തെറ്റ് പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജുകളിൽ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ കുട്ടികളാണോ ചെയ്യുന്നത്? കൂടുതലും കുട്ടികൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൂടുതലും ചെയ്യുന്നത് മറ്റുള്ള IT സ്ഥാപനങ്ങളിലേക്ക് പ്രൊജക്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചത് ഇത് കുട്ടികൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സാണ് കുറെ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വികസനം എവിടെയാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതാണോ വികസനം? എന്താണ്? ഇവിടെ പുതിയ കോർപ്പറേറ്റ് കമ്പനികളെ കൊണ്ടുവന്നിട്ട് വികസിക്കുകയോ? ഇല്ല. ഗവൺമെന്റ് വികസിപ്പിക്കുന്ന തൊഴിലിടങ്ങളിൽ നിന്നാണ് വികസനം ഉണ്ടാവുന്നത്.